കണ്ട്രാ ഞാൻ കണ്ട്രാ ആ പഴയ ലാലേട്ടനെ. ആ ഒരു ക്ലിംസ് ഓഫ് ദാറ്റ് ഫയർ ഞാൻ ഈ സിനിമയിൽ കണ്ടു. നേരെ സ്റ്റാറിംഗ് മോഹൻലാൽ, അനശ്വര രാജൻ, ജഗദീഷ്, സിദ്ദിഖ് ആൻഡ് പ്രിയാമണി ഇൻ ദ ലീഡ് റോൾസ്. ഡയറക്റ്റഡ് ബൈ ദ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ജിത്തു ജോസഫ്. ആദ്യം തന്നെ പറയാനുള്ള ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ജിത്തു ജോസഫ് ആൻഡ് റൈറ്റർ ശാന്തിമായ ദേവി. ഇവർ രണ്ടുപേരും കൂടെ ഒരു ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ എത്രത്തോളം പവർഫുൾ ആയത്. ആൻഡ് ഐ കെൻ ക്ലിയർലി സേ ദാറ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ലാസ്റ്റ് ഹിറ്റ് ഓഫ് ദിസ് ഇയർ ഇതായിരിക്കും. ബോക്സ് ഓഫീസിൽ സൂപ്പർ പ്രകടനമായിരിക്കും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ബോക്സ് ഓഫീസ് പവർ വൈസ് എന്തായാലും മോഹൻലാലിനെ പൊട്ടിക്കാൻ ആരുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു പടം പോലും ഒരു 80-90 crores വരെ കളക്ട് ചെയ്താലും വലിയ അത്ഭുതമൊന്നുമില്ല. ആൻഡ് യെസ്, ടോക്കിംഗ് അബൌട്ട് ലാലേട്ടൻ, ശരിക്കും കണ്ണ് നിറപ്പിച്ച് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും ഒരു ഡയലോഗ് ഉണ്ട് ആ ഇന്റർവെല്ലിന് മുമ്പായിട്ട് കുറച്ച് മുമ്പായിട്ട് പറഞ്ഞു. ഒയ്യോ, എന്തൊരു പവർഫുൾ ആയിട്ടിരുന്നാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും കണ്ണ് നിറഞ്ഞു. വി വെയർ മിസ്സിങ് ദിസ് ഗായ് ഫോർ ദ പാസ്റ്റ് 3-4 years. ആൻഡ് ടുക്ക് ജിത്തു ജോസഫ് ടു ബ്രിങ് ഹിം ബാക്ക്. ഒരു രക്ഷയില്ലാത്ത അഭിനയം. തന്മാത്ര, കിരീടം, ആ റേഞ്ച് അഭിനയമൊന്നുമല്ല, പക്ഷെ ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ അധികം ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട്. 2-3 ഇടത്ത് ഞാൻ ക്ലാപ്പ് അടിച്ചു, മനസ്സിലായ. അത് സീയിങ് ദാറ്റ് വിത്ത് എൻ ഓഡിയൻസ് ഇൻ ദ തിയേറ്റർ, അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് എന്നെ കാണാൻ നോക്കുക. കാരണം OTTയിൽ ഇത്രയും ഫീല് വരുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ 2.5 മണിക്കൂർ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്. പ്രൊമോഷണൽ ഇൻ്റർവ്യൂസിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്രൈം നടന്നു, അപ്പോൾ അറിയാം ആരാണ് കൾപ്രിറ്റ്. അപ്പോൾ ദർ ഇസ് നത്തിങ് ഫാൻസി അബൌട്ട് ഇറ്റ്. അതിനുശേഷം ആ കോർട്ട് പ്രൊസീഡിങ്സ് എത്രത്തോളം ഗ്രിപ്പിംഗ് ആക്കി നിലനിർത്തുന്നു, അവിടെയാണ് ഈ സിനിമ ജയിച്ചോ തോറ്റോ എന്നുള്ളത്. ബട്ട് ദെൻ സ്ക്രീൻ പ്ലേ പക്ക. മ്യൂസിക് ബൈ വിഷ്ണു ശ്യാം കറക്റ്റ് റേഞ്ച് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പാട്ടേ ഉള്ള രൂഹേ, അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. BGM സൈഡൊക്കെ സൂപ്പർ. കുറേ എലിവേഷൻ സീൻസ് ഉണ്ട്, മീൻസ് കോർട്ട് റൂമിൽ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കുന്ന സീൻസ് ഉണ്ട്. അവിടെയൊക്കെ ഈ BGM കൂടെ വരുമ്പോഴാണ് ആ ഒരു മനസ്സിലായി ഒരു റെവലേഷൻ സീനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണത്. അത്യാവശ്യം കുഞ്ഞു ട്വിസ്റ്റുകളുണ്ട്. ബട്ട് ദെൻ ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് എൻ്റെ പൊന്നോ എന്നുള്ള ഒരു സംഭവമില്ല. അപ്പം ഈ പെർഫോമൻസിൻ്റെ സ്ക്രിപ്റ്റിലാണ് ഈ കഥ പോണത് ഫുള്ള്. പെർഫോമൻസിനെ പറ്റി പറയുമ്പോഴത്തേക്കും അനശ്വര രാജൻ്റെ കരിയർ ബെസ്റ്റ്, നോ ഡൗട്ട്. പേഴ്സണലി തോന്നുന്നത് മോഹൻലാലിനെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് നല്ല ഇട്ടിട്ടുണ്ട് അനശ്വര രാജൻ. മോഹൻലാലിനൊക്കെ ഇതൊക്കെ കേക്ക് വാക്കായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ലാലേട്ടനാണ് നമുക്ക് കാണേണ്ടത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി ദ സ്റ്റാർട്ട് ടു എ ബിഗ് ലൈൻ അപ്പ് കമ്മിങ് അപ്പ്. 2024 ലാലേട്ടൻ തന്നെ തൂക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. സപ്പോർട്ടിംഗ് ആയിട്ട് അഭിനയിച്ച എല്ലാവരും സൂപ്പറായിരുന്നു. സിദ്ദിഖൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അങ്ങനെ അറിയാലോ, അങ്ങനെ ഒരു സിനിമയും കൊളാക്കാത്ത മനുഷ്യരാണ്. കീടിലുമായിട്ടുണ്ട് സിദ്ദിഖ്. പ്രിയാമണി അത്യാവശ്യം നല്ല റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മിസ്കാസ്റ്റ് ആയിട്ട് ആരും തോന്നിയില്ല എനിക്ക്. കുറേ പേർക്ക് ശാന്തിമായ ദേവിയിൽ മിസ്കാസ്റ്റ് ആയിട്ട് തോന്നുന്നു. തുടക്കത്തിൽ എനിക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ഓക്കെ ആയിട്ട് വന്നു ശാന്തിമായ ദേവി പേഴ്സണലി എനിക്ക്. പിന്നെ ജഗദീഷ് ആവട്ടെ, നമ്മളെ ഗണേഷ് കുമാർ ആവട്ടെ, എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്ര തന്നെ പറയാൻ. ഭയങ്കര എക്സ്പെക്ടേഷനൊന്നും കൊണ്ട് പോകണ്ട. ഷോർട്ട്ലി പുട്ടിൻ ചെയ്താൽ ഒരു അത്യാവശ്യം നല്ലൊരു പഴം കാണാം എന്നുള്ള ഇതാണ്. ഐ പേഴ്സണലി ലൈക്ക് ഇറ്റ് ആസ് എ തിയേറ്റർ വാച്ച്. മിസ് ചെയ്യരുതെന്ന് പറയുന്നു. എക്സെപ്ഷണൽ മേക്കിംഗ്, ഒരു രക്ഷയില്ല. മോസ്റ്റ് വാച്ച് എന്നൊന്നും പറയില്ല. ബട്ട് ദെൻ ഇറ്റ്സ് എ വർത്ത് തിയേറ്റർ വാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അത്രേ ഉള്ളൂ. നല്ല പടം ചെന്ന് കാണും. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.